സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്നിരിക്കെ അതിനെ ന്യായീകരിക്കുന്നത് തികച്ചും അന്യായമാണ്. സ്വയമായി അധ്വാനിക്കാതെ ന്യായരഹിതമായി സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നത് കൊള്ളയടിക്കുന്നതിന് സമമാണ്. സ്ത്രീധന കൊടുക്ക വാങ്ങലുകളും അതിൽ ഉൾപ്പെടും. ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. എല്ലാ പുരുഷന്മാരും തങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരിക്കും വെച്ചു പുലർത്തുന്നത്. അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠനിൽ ശ്രേഷ്ഠനായ ക്രിസ്തു തനിക്ക് വേണ്ടി ഒരുങ്ങുന്ന സഭയെക്കുറിച്ച് ശ്രേഷ്ഠമേറിയവ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? കറ, ചുളുക്കം, മാലിന്യം മുതലായവ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ സഭയാകുന്നു ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത്. ആ സഭയുടെ അംഗമായി തീരുവാനുള്ള ഒരുക്കമാണ് അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 67 വരെയുള്ള വാക്യം. മനുഷ്യൻ്റെ സന്തോഷ സമാധാനങ്ങളെ നിയന്ത്രിക്കുന്ന അതിപ്രധാന ഘടകങ്ങളിൽ ഒന്നത്രേ അവൻ്റെ വിവാഹം, കുടുംബം. ഒരാളുടെ വിവാഹം സന്തുഷ്ടമാണെങ്കിൽ അയാളുടെ ജീവിതം തന്നെ സന്തുഷ്ടമായിരിക്കും. എന്നാൽ ഇതൊക്കെ ആരംഭിക്കുന്നത് ശരിയായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിലൂടെയാണ്. അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ ഒരു വംശത്തെ വാർത്തെടുത്ത് അതിലൂടെ ലോകരക്ഷകനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ നൽകിയ പ്രമാണങ്ങൾ ഒരു മാതൃകാ കുടുംബത്തിന് എന്നെന്നും വഴികാട്ടിയാണ്. ദൈവഹിതപ്രകാരം ഒരു കുടുംബം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നത്രേ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇസ്ഹാക്കിനൊരു ഭാര്യയെ കണ്ടുപിടിച്ചു കൊണ്ടുവരുവാൻ അബ്രഹാം തൻ്റെ ദാസനെ അബ്രഹാമിൻ്റെ സ്വന്തം ജനം പാർത്തിരുന്ന ഹാരാനിലേക്ക് അയക്കുന്നു. അവിടെ ദാസൻ റിബേക്കയെ കണ്ടുമുട്ടുന്നു. നാം 24-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വരെ ചിന്തിച്ചു. ഇന്ന് 31-ാം വാക്യം മുതൽ നോക്കാം. ഞാൻ 31-ാം വാക്യം വായിക്കട്ടെ. അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിനു പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അവനാകുന്നു സൃഷ്ടാവെന്നും ഒരേ ഒരു ദൈവം അവനാണെന്നും ലാബാനും ഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാം തൻ്റെ മകനൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം എന്ന് നിഷ്കർഷിച്ചത്. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു. അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. ഇവിടെ ഇതാ വീണ്ടും ഈ കാൽ കഴുകൽ ശുശ്രൂഷ നാം കാണും. അബ്രഹാമിൻ്റെ ഈ ദാസനൊപ്പം കുറേ ഏറെ ദാസന്മാർ വന്നിട്ടുണ്ടല്ലോ. ഈ വീട്ടിൽ അബ്രഹാമിൻ്റെ ദാസന് വളരെ രാജകീയമായിട്ട് തന്നെയാണ് സൽക്കാരം ലഭിക്കുന്നത്. അങ്ങനെ തന്നെ വേണമെന്ന് ലാബാനായിരുന്നിരിക്കണം നിർബന്ധം. ആളിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് കേട്ടോ. പണമുള്ളവരോട് ഒരു പ്രത്യേക അടുപ്പം ചിലർക്കുണ്ടല്ലോ. ഏതായാലും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിമഹത്തായ ഒരു ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നു. സഭയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യാലങ്കാരം സഭ ഒരു ദിവസം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകും എന്നത്രേ. പിതാവും പുത്രനും ഈ ഭൂമിയിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിലൂടെ സഭയെ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്രകാരത്തിലാണ്. അതായത് അബ്രഹാമിൻ്റെ ദാസനെ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേറൊരാളെക്കുറിച്ച് സംസാരിക്കുവാനാണ് വന്നിട്ടുള്ളത്. ക്രിസ്തുവിനുള്ളവ എടുത്ത് നമ്മെ കാണിക്കുവാനായി. ഈ ദാസൻ ഇസ്ഹാക്കിനൊരു മണവാട്ടിയെ കണ്ടുപിടിച്ചു കൊണ്ടുവരുവാൻ പോയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ്
ഈ ഭൂമിയിൽ ക്രിസ്തുവിന് ഒരു മണവാട്ടിയെ വേർതിരിക്കുന്നു. നമുക്കിവിടെയുള്ള അതിമഹത്തായ സ്ഥാനം ഒന്ന് നോക്കിക്കേ. ആ നാളുകളിലെ അതിമഹത്തായ ഒരു സംഭവവും ആവേശമുണർത്തുന്ന ഒരു കഥയുമാകുന്നു നാം ഇവിടെ കാണുന്നത്. 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്ന് അവൻ പറഞ്ഞു. പറക എന്ന് അവനും പറഞ്ഞു. അബ്രഹാമിൻ്റെ ദാസൻ്റെ മുൻഗണന ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ വന്നത് എന്തിനാകുന്നു എന്ന് പറയണം. ഈ മറ്റൊരുവനെക്കുറിച്ച് അറിയിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ ഗുണവും ഇതുതന്നെയാണ്. ദൈവം നോക്കുമ്പോൾ സകലരുടെയും പ്രാഥമികമായ ജോലി ഇതാകുന്നു, രക്ഷകനെക്കുറിച്ച് പറയുക. നാം അതിപ്രധാനമെന്ന് ചിന്തിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് എന്നെനിക്കറിയാം. രാജ്യം ഭരിക്കുന്ന സർക്കാർ, മാധ്യമ സ്ഥാപനങ്ങൾ, സിനിമാ മേഖലകൾ, കാർ കമ്പനികൾ, ബാങ്കുകൾ, അങ്ങനെ അനേകം ബിസിനസ്സുകൾ, ഇവയെല്ലാം പ്രധാനപ്പെട്ടവയാകുന്നു. എന്നാൽ ഈ വലിയ കമ്പനികൾ മൂലമല്ല ദൈവം ലോകത്തോട് ഇടപെടുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായുള്ള കാര്യം മനുഷ്യരോട് ക്രിസ്തുവിനെ അറിയിക്കുക എന്നതാണ്. ഇത് ഒന്നാമതാക്കി വയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. താൻ വന്ന കാര്യം പറയാതെ ഭക്ഷണം കഴിക്കയില്ല എന്ന് അബ്രഹാമിൻ്റെ ദാസൻ ശഠിക്കുന്നു. അവനോട് സംസാരിക്കുവാൻ അവർ ആവശ്യപ്പെടുകയാണ്. 34-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ. നോക്കണേ, അവൻ്റെ പേര് നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധിച്ചോ. ഇതുപോലെ തന്നെ യേശു കർത്താവും പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ അവൻ എനിക്കുള്ളവയിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അല്ല, ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താണ്? അവന് പേരൊന്നുമില്ല. അവൻ തന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുവാൻ വന്നതല്ല, മറ്റൊരുവനെക്കുറിച്ച് സംസാരിക്കുവാനാണ് അവൻ വന്നത്. അതെ, രക്ഷകനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഈ ദാസൻ്റെയും പേര് പറഞ്ഞിട്ടില്ല. അബ്രഹാമിൻ്റെ ഒരു ദാസൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലരൊക്കെ അത് എലേസർ ആകുന്നു എന്ന് ഊഹിക്കാറുണ്ട്. അതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായിത്തീർന്നു. അവൻ ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നീ വകയൊക്കെയും കൊടുത്തിരിക്കുന്നു. തൻ്റെ യജമാനൻ്റെ വീടിനെക്കുറിച്ച് ഇവിടെ ഈ ദാസൻ പറയുന്നു. നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം അത്ര ഇതെല്ലാം. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുമെന്നാണ് നാം വായിക്കുന്നത്. നഷ്ടപ്പെട്ട ലോകത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന 3 കാര്യങ്ങൾ അവയാകുന്നു. പാപത്താൽ നിറഞ്ഞ ലോകത്തിന്മേലും മനുഷ്യവർഗത്തിന്മേലും ന്യായവിധി വരുന്നു എന്ന് നാം അറിയണം. ഇത് ആത്മാവ് ആഗ്രഹിക്കുന്നു. തങ്ങൾ പാപികളായതിനാൽ മനുഷ്യർ ഇന്ന് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മനുഷ്യർ ക്രിസ്തുവിനെ ത്യജിച്ച് കളഞ്ഞതിനാൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാകുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അവർ ക്രിസ്തുവിനെ ത്യജിച്ചതിനാൽ അല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, പിന്നെയോ തങ്ങൾ പാപികളായി ജനിച്ച പാപ സ്വഭാവമുള്ളവരായിരിക്കുന്നതിനാലാണ് അവർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അവനെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതല്ല, അവർ നഷ്ടപ്പെട്ട പാപികളാണ്. നമ്മുടെ ശിക്ഷാവിധി വഹിക്കുകയും നമ്മെ നീതിമാന്മാരാക്കുകയും നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്ത ഒരു രക്ഷകനെ നമുക്ക് അറിയിച്ചു തരുവാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. മറ്റൊരുവനെക്കുറിച്ച് സംസാരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു എന്ന് അബ്രഹാമിൻ്റെ ദാസൻ പറയുന്നു. അതേ സുഹൃത്തെ, നമ്മുടെ സ്വർഗീയ പിതാവ് സമ്പന്നനാണ്. അവന് അവകാശപ്പെട്ടതാണ് ഈ കാണുന്നതെല്ലാം. 36-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും സ്വന്തമാക്കിയിരിക്കുന്നു. നാം ഇന്ന് അവനോടൊപ്പം കൂട്ടവകാശികളാകും. അബ്രഹാമിൻ്റെ ദാസൻ ഈ കുടുംബത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തൻ്റെ പിതാവിനുള്ളതെല്ലാം സ്വന്തമാക്കുവാൻ പോകുന്ന പുത്രൻ ഒരു മണവാട്ടിയെ തയ്യാറാക്കിക്കൊണ്ടു പോകുവാനാണ്.
37 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവരെ അത്രേ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത്. അതെ, പാപികൾ. എന്നാൽ അവർ ദൈവമക്കൾ ആക്കപ്പെട്ടവരാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതാണല്ലോ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവം കനാന്യരിൽ നിന്നും കന്യകമാരെ എടുക്കുവാൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ മക്കൾ രൂപാന്തരപ്പെട്ടവരായിരിക്കണം. 38 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ അതുവരെ നടന്ന സംഭവങ്ങൾ അബ്രഹാമിൻ്റെ ദാസൻ റിബേക്കയുടെ ഭവനത്തിലുള്ളവരോട് വിവരിക്കുന്നതാണ് നാം കാണുന്നത്. ഞാൻ ആ ഭാഗം മൊത്തം വായിക്കുന്നില്ല. 38 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും 50-ഉം 51-ഉം വാക്യങ്ങളിൽ റിബേക്കയുടെ ഭവനക്കാരുടെ പ്രതികരണമാണ് നാം കാണുവാൻ പോകുന്നത്. ലാബാനാണ് കുടുംബത്തിനു വേണ്ടി സംസാരിക്കുന്നത്. അവൻ പറയുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് 50-ഉം 51-ഉം വാക്യങ്ങൾ. അപ്പോൾ ലാബാനും ബെഥുവേലും, ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിൻ്റെ മുമ്പാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടുപോക. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു. അവർ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് യഹോവയിൽ നിന്നുമാകുന്നു വരുന്നത്. നീ റിബേക്കയെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളുക. 52-ഉം 53-ഉം വാക്യങ്ങൾ. അബ്രഹാമിൻ്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത് ഇപ്രകാരമാകുന്നു. നാം ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ട്, ഉറപ്പുണ്ട്, അച്ചാരമായി അവനെ നമുക്ക് ലഭിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു. നമുക്ക് അവങ്കിലേക്ക് പ്രവേശനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നാം അന്യരല്ല, നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഇന്നൊരു ദൈവ പൈതലിന്മേൽ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതമായ കാര്യങ്ങൾ ഇവയൊക്കെയാകും. അല്ല, ഈ ഭാഗത്ത് ഒരു കാര്യം വിട്ടുപോയി എന്ന് തോന്നുന്നില്ലേ? നമ്മളൊക്കെ സാധാരണ പെണ്ണ് കാണൽ ചടങ്ങിൽ ശ്രദ്ധിക്കുന്ന പ്രത്യേക കാര്യം, മറക്കാതെ ചോദിക്കുന്നതായ ഒരു കാര്യമുണ്ടല്ലോ, സ്ത്രീധനം. റിബേക്കയുടെ വീട്ടുകാർ സ്ത്രീധനമായി ഒന്നും കൊടുത്തില്ലേ? സ്വർണമാണെങ്കിലും അബ്രഹാമിൻ്റെ ദാസൻ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കിട്ടാവുന്നതെല്ലാം വാങ്ങുകയാണല്ലോ. ഈ കാര്യത്തിൽ എവിടെയോ കാര്യമായ പിശക് പറ്റിയിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ ഈ സ്ത്രീധന പരിപാടി ദൈവവചനാടിസ്ഥാനത്തിലും ധാർമ്മികമായും നിയമപരമായും തെറ്റായ ഒരു നടപടിയാണ് അല്ലേ? സ്ത്രീയെക്കാളും വലിയൊരു ധനം ഒരു പുരുഷന് വേറെ എന്താണുള്ളത്? സ്ത്രീധനം ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും ദൈവഹിതത്തിന് വെളിയിലാണ് അത് ചെയ്യുന്നതെന്നുള്ളതിൽ സംശയമില്ല. ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ സ്വത്തിൻ്റെ ന്യായമായ പങ്ക് അവൾക്ക് ലഭിക്കണമെന്നുള്ളതിൽ എനിക്കൊട്ടും തർക്കമില്ല. അത് കൊടുക്കാതിരിക്കുന്നത് പെൺകുട്ടിയുടെ പിതാവും ചെയ്യുന്ന തെറ്റാണ്. നമ്മുടെ മൂല്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. റിബേക്കായുടെ വീട്ടുകാരോട് അബ്രഹാമിൻ്റെ ദാസൻ ഇടപെടുന്ന വിധം നോക്കുക. ഇന്ന് വിവാഹം ഒരു പവിത്രമായ ശുശ്രൂഷയല്ലല്ലോ, മിക്കവാറും കച്ചവടം പോലെ ആയിക്കഴിഞ്ഞു. സൂക്ഷിക്കണം. 54-ഉം 55-ഉം വാക്യങ്ങളിൽ, അവനും കൂടെയുള്ളവരും ഭക്ഷിച്ച് പാനം ചെയ്ത് രാപാർത്തു. രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എൻ്റെ യജമാനൻ്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു. അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ദാസൻ പറയുന്നു, എനിക്കെൻ്റെ വഴിക്ക് പോകണം എന്ന്. ഞാൻ പറയട്ടെ, ഈ സംഭവിച്ചത് അവന് വലിയ നേട്ടമായി. അതിന് റിബേക്കയുടെ സഹോദരൻ്റെ മറുപടി രസമായിരിക്കുന്നു. എന്താ ഇത്ര ധൃതി? അവളോട് വിട ചൊല്ലുവാൻ ഞങ്ങൾക്കൊരു 10 ദിവസം തരണം.
ഇതൊക്കെ ഞങ്ങൾ അവളോടൊന്ന് സംസാരിക്കണ്ടായോ? 56 57 വാക്യങ്ങളിൽ അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുത്, യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ, യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. ഇനിയും നാം നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തേക്കാണ്, ആശ്ചര്യജനകമായൊരു ഭാഗം. ഇത് കൈവിട്ടു പോകരുത്. 58 വാക്യത്തിൽ അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. ദാ കിടക്കുന്നു. ഈ സംഭവത്തെ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചൊന്ന് നോക്കണം. മനുഷ്യൻ്റെ ആരംഭത്തോട് അടുത്ത് നടന്ന ഒരു സംഭവം അത്ര ഇത്. അല്ല, ഇത് നടക്കുമ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിരുന്നു എന്നത് സത്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഈ കുടുംബം ഒരു അതിഥിയെ സൽക്കരിക്കുകയാണ്. അതെ, ഒരു അപരിചിതനെ. അവനെ രാജകീയമായി തന്നെ അവർ സൽക്കരിക്കുകയാണ്. അവർ അവൻ്റെ ഒട്ടകങ്ങൾക്ക് തീറ്റ കൊടുത്തു, ദാസന്മാരുടെ കാര്യവും ശ്രദ്ധിച്ചു. അവർ അവനൊരു വലിയ വിരുന്ന് നൽകി. എന്നാൽ അത് ഭക്ഷിക്കുന്നതിന് മുമ്പ് അവന് താൻ വന്ന കാര്യം പറയണമായിരുന്നു. തൻ്റെ യജമാനൻ്റെ മകൻ ഇസ്ഹാക്കിനൊരു മണവാട്ടിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരുവാനാണ് അവൻ വന്നതെന്ന് അവരോട് അറിയിച്ചു. തുടർന്ന് ഈ ദാസൻ തൻ്റെ യജമാനെക്കുറിച്ച് വിവരിക്കുവാൻ ആരംഭിക്കുന്നു. അവനത് സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ മുഴുവനും അവൻ്റെ ചുറ്റുമിരുന്ന് കാണും. എന്നാൽ എല്ലാവരുടെയും പുറകിൽ അതാ സുന്ദരിയായ ഒരു പെൺകുട്ടി, വിടർന്നതായ കണ്ണുകളോടെ അവൾ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓരോ വാക്കും ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാമിനെക്കുറിച്ചും ഇസ്ഹാക്കിൻ്റെ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ചും മറ്റും ഈ ദാസൻ വിവരിക്കുന്നത് അവൾ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുവാൻ മോറിയാദേശത്തേക്ക് കൊണ്ടുപോയതും അവസാന നിമിഷം ദൈവം ഇസ്ഹാക്കിനെ വിടുവിച്ച് അബ്രഹാമിന് തിരികെ നൽകിയതുമെല്ലാം ദാസൻ വിവരിച്ചു. ഒടുവിലായി തൻ്റെ യജമാനൻ എപ്രകാരമാണ് തന്നെ അയച്ചതെന്നും പറഞ്ഞു. കനാന്യരിൽ നിന്നും ഒരു വധുവിനെ അവർക്കൊരിക്കലും സ്വീകാര്യമല്ലെന്നും ദാസൻ അറിയിച്ചു. ഒരേ മനസ്സും ജീവനുമുള്ള ദൈവത്തോട് ഒരുപോലെ സ്നേഹവും ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയുമൊക്കെയാണ് അവർക്ക് ആവശ്യം എന്ന് അവൻ അറിയിച്ചു. അങ്ങനെ ഒരു മണവാട്ടിയെയാണ് അവൻ അന്വേഷിക്കുന്നതെന്നും പറഞ്ഞു. ഇവിടെ നടന്ന സംഭാഷണം മുഴുവൻ റിബേക്ക ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ അവർ അവളുടെ അടുത്തേക്ക് തിരിയുന്നു. ഇതുവരെ ആരും അവൾക്കത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന് തോന്നുന്നില്ലേ? ഇപ്പോൾ എല്ലാ കണ്ണുകളും അവളിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, റിബേക്കേ, നീ എന്തു പറയുന്നു? നീ ഈ മനുഷ്യനോട് കൂടെ പോകുന്നുവോ? അവൾ ഉപാധി പറയുകയോ കാടും പടപ്പും തല്ലി സംസാരിക്കുകയോ മടി കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൾ നേരെ അങ്ങടിച്ചു, ഞാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനത്രേ ആ ദാസൻ്റെ ഭാഗമെടുത്തിരിക്കുന്നത്. ലോകത്തിനു വേണ്ടി മരിക്കുവാനായി പുത്രനെ പിതാവും പരിശുദ്ധാത്മാവും കൂടി ലോകത്തിലേക്ക് അയച്ചു. തുടർന്ന് പുത്രൻ സ്വർഗത്തിലേക്ക് കയറി ചെന്നപ്പോൾ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരാമെന്ന് അവൻ പറഞ്ഞു. ആത്മാവ് ഇപ്പോൾ ഭൂമിയിൽ വന്ന് ഒരു മണവാട്ടിയെ വിളിച്ച് വേർതിരിക്കുന്നു. അവൻ ചോദിക്കുന്നത്, നിങ്ങൾ പോകുമോ? ഇവിടെ ഇതാ നിങ്ങൾക്കായി മരിച്ച ഒരു വ്യക്തി. അവൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ഒന്നാമത് വീണ്ടെടുക്കപ്പെടണം. ഒരു പാപിയായി തന്നെ നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് വരേണം. നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനം എടുക്കണം. എന്നിട്ട് അവനെ നിങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിക്കും. നിങ്ങളൊരു ദൈവ പൈതലാകും. അങ്ങനെ ഒരു ദിവസം അവൻ്റെ മണവാട്ടിയായി തീരുന്ന സഭയിൽ നിങ്ങളെയും ഒരു അംഗമാക്കും. പക്ഷേ ചോദ്യം, നിങ്ങൾ ഈ ദാസനോടൊപ്പം പോകുമോ എന്നുള്ളതാണ്. 59 60 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും പറഞ്ഞയച്ചു. അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട്, സഹോദരി, നീ അനേകായിരമായി തീരുക. നിൻ്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പ്രവചനം നിവൃത്തിയായി കഴിഞ്ഞു. ഇവിടെ നിവൃത്തിയായ പ്രവചനത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. 61 വാക്യത്തിൽ നാം കാണുന്നു, പിന്നെ റിബേക്കായും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി.
അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് തിരികെ ഒരു നീണ്ട യാത്രയാണ് ഉണ്ടായിരുന്നത്. ഈ യാത്രയെക്കുറിച്ച് നമ്മോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര രസകരമായ കാര്യമല്ല എന്ന് നമുക്ക് ഊഹിക്കാം. മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് ചൂടേറിയ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ ഏതെങ്കിലും മരുപ്പച്ചയ്ക്കടുത്ത് ഈ ഒട്ടകങ്ങളെയൊക്കെ നിർത്തി രാത്രിയിൽ അവിടെ തീ കൂട്ടിയിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. അവർ അത്താഴം കഴിഞ്ഞ് ഉറങ്ങുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ സംസാരിച്ചിരിക്കും. എന്തായിരുന്നിരിക്കും അവരുടെ സംസാര വിഷയം? ഏത് വിഷയത്തിൽ തുടങ്ങിയാലും അത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് റിബേക്കയ്ക്കറിയാം. അവിടെ തന്നെ ആ ദാസൻ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ കൂട്ടത്തിൽ ഇപ്പോൾ അവളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇത്രയും ആളുകൾ ഈ 2 മാസക്കാലം യാത്ര ചെയ്തത് മുഴുവൻ ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. അതെ, റിബേക്ക ആ ദാസനോട് പറയും, ഇസ്ഹാക്കിനെക്കുറിച്ച് എന്നോട് എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞാലും. ദാസൻ പറയും, ഞാൻ എന്ത് പറയണമെന്നാകുന്നു നീ ആഗ്രഹിക്കുന്നത്? അവളുടെ മറുപടി, അവൻ്റെ അത്ഭുത ജനനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേ. അവൻ്റെ പിതാവ് അവനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചതൊന്നുകൂടി ഒന്ന് പറഞ്ഞേ. അതിന് ദാസൻ ഇപ്രകാരം പറഞ്ഞെന്നിരിക്കും, ഇതെല്ലാം കഴിഞ്ഞ രാത്രിയിലും ഞാൻ പറഞ്ഞതല്ലേ മോളെ. അതിന് റിബേക്ക കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? എന്നാൽ അത് വീണ്ടും എന്നോടൊന്ന് പറഞ്ഞേ. വീണ്ടും പറയും. അങ്ങനെ ആ ദാസൻ ആ കഥകളെല്ലാം വീണ്ടും വീണ്ടും റിബേക്കയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്കതൊരിക്കലും പഴയതായി തോന്നിയിട്ടില്ല. മരുഭൂമിയിലെ ചൂട് അവൾക്ക് അസഹ്യമായി അനുഭവപ്പെട്ടേയില്ല. കാരണം വൈകിട്ട് പിന്നെയും ആ കഥകൾ കേൾക്കാമല്ലോ. ഒട്ടകപ്പുറത്തെ യാത്ര അത്രയ്ക്ക് ദുഷ്കരമായും അവൾക്ക് തോന്നിയില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, വഴി വളരെ ദൂരമായിരുന്നു. അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിലായി അവൾ വാഗ്ദത്ത നാട് കാണുവാൻ സാധിക്കുന്ന ദൂരത്തെത്തി. അവർ അതിൽ പ്രവേശിച്ചു. ബേർലെഹ്റോയി എന്ന സ്ഥലത്തെത്തി. 62-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഇസ്ഹാക്ക് ബേർലെഹ്റോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കയായിരുന്നു. ഇത് അതിമനോഹരമായ ദേശമാകുന്നു. ഹെബ്രോനിലും ബേർഷെബയിലുമാകുന്നു. 63-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഈ മാനുഷികമായ സംഭവ കഥയിൽ നമുക്ക് ക്രിസ്തു തൻ്റെ മണവാട്ടിക്കായി വരുന്നതിൻ്റെ ഒരു ദൃശ്യമാകുന്നു നൽകിയിരിക്കുന്നത്. യേശു കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തു നിന്നും എഴുന്നേറ്റിട്ട് തൻ്റെ സഭയെ തൻ്റെ അടുത്തേക്ക് വിളിക്കും. അവർ ഒരുമിച്ച് മധ്യാകാശത്തിൽ സമ്മേളിക്കും. ഇതത്രേ ഇവിടുത്തെ ചിത്രം. വളരെ മഹത്വകരമായൊരു ചിത്രമില്ലേ? 64-65 വാക്യങ്ങളിൽ റിബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. അവൾ ദാസനോട്, വെളിപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടമെടുത്ത് തന്നെ മൂടി. ക്രിസ്തുവിൻ്റെ സഭയാകുന്ന നാം ക്രിസ്തുവിൻ്റെ നീതിയാകുന്ന മൂടുപടം ധരിക്കണം. എന്നാൽ അവനെ നമ്മുടെ നീതിയാക്കി, നമ്മുടെ അതിക്രമങ്ങൾക്കായി അവൻ ശിക്ഷയേറ്റു, നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർക്കപ്പെട്ടു. അങ്ങനെ ദൈവം മുൻപാകെ നമ്മെ നിർത്തുവാൻ പര്യാപ്തമായ ഒരു നീതി നമുക്ക് ലഭിച്ചു. തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടിട്ട് റിബേക്ക ചോദിക്കുന്നു, അതാരാകുന്നു എന്ന്. ആ നീണ്ട യാത്രയിലുടനീളം അവൾ അവനെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇപ്പോൾ അവൾ അവനെ മുഖാമുഖം കാണുകയായി. ഇന്ന് നമുക്കുള്ള സ്ഥാനത്തിന് സമമാകുന്നു ഇത്. പത്രോസ് പറഞ്ഞത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു എന്ന്. അവൻ വരുമ്പോൾ നാം അവനെ അറിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി, ഞാൻ അവനെ അറിയും, ഞാൻ അവനെ അറിയും, അവിടുത്തെ കരങ്ങളിലെ ആണിപ്പാടുകളാൽ ഞാൻ അവനെ തിരിച്ചറിയുമെന്ന്. 66-ാം വാക്യത്തിൽ നാം കാണുന്നത്, താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിട്ടു. അവൻ ആ വീണ്ടെടുപ്പ് നാളിൽ നമ്മെ ക്രിസ്തുവിന് നൽകും. അബ്രഹാമിൻ്റെ ദാസൻ ഇസഹാക്കിനൊരു ഭാര്യയെ കൊണ്ടുവരുമെന്നുള്ളത് തീർച്ചയായിരുന്നു. ഇനിയും ഇസഹാക്കും റിബേക്കയും ഒന്നിച്ചാകുന്ന സുദിനമാണ്. 67-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറായിയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു.
അവൻ അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. അവൻ അവളിൽ സ്നേഹമായി എന്ന്. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെ അവൾക്ക് നൽകി എന്ന് നാം വായിക്കുന്നു. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ഇത് വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ ക്രിസ്തു നമ്മുടെ രക്ഷയിലൂടെ വളരെയധികം നേടിയിരിക്കുന്നു എന്നത്രേ. സുഹൃത്തെ, അവിടുന്ന് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അവന് നമ്മെ ആവശ്യമാണ്. അതേ പ്രിയ സുഹൃത്തെ, നിങ്ങളും ഞാനും അവനോട് വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. ദൈവം നിങ്ങളെ അതിനായി ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സഭയെ തൻ്റെ കാന്തനായ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്നതിൽ വചന ശുശ്രൂഷയ്ക്കുള്ള പ്രാധാന്യം അബ്രഹാമിൻ്റെ ദാസൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. തന്നെക്കുറിച്ചൊന്നും തന്നെ പറയാതെ തൻ്റെ യജമാനനെക്കുറിച്ചും അവൻ്റെ പിതാവിനെക്കുറിച്ചുമുള്ള വർണ്ണനകൾക്കാണ് ആ വിശ്വസ്തനായ ദാസൻ സമയം ചെലവഴിക്കുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന തിരുവചനം ക്രിസ്തുവിൻ്റെ ദാസന്മാർ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്.